ആലപ്പുഴയിൽ ബന്ദ് ഒരു ഹർത്താലിൻ്റെ പ്രതീതിയാണുള്ളത്. KSRTC ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. ഞാനുള്ളത് KSRTC ബസ്സും ബോട്ട് ജെട്ടിയും ഒക്കെ ഉള്ള സ്ഥലത്താണ്. നമുക്ക് ബോട്ടുകൾ ഈ KSRTC ബസ് പോലെ തന്നെ കുട്ടനാട്ടിലെ ഗതാഗതത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളൊന്നും സർവീസ് നടത്തിയിട്ടില്ല. നമുക്കപ്പുറത്ത് KSRTC ബസ് നിർത്തിയിട്ടിരിക്കുന്ന കാണാം. ഇതെല്ലാം സർവീസ് പുറപ്പെടേണ്ട ബസ്സാണ്. നമ്മൾ KSRTCയിൽ അന്വേഷിച്ചപ്പോൾ വൈറ്റിലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ദീർഘദൂര ബസ് മാത്രമാണ് ഇതുവരെ കടന്നു പോയിട്ടുള്ളത്. മറ്റ് ബസ്സുകളൊന്നും ഇവിടെ നിന്ന് ഡിപ്പോകളിലൊന്നും ആരംഭിച്ചിട്ടില്ല. ജലഗതാഗത വകുപ്പിൻ്റെ ഒരു സർവീസ് പോലും ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ടൂറിസം മേഖലയാണ്. ഇത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന ഒരു സമയം കൂടിയാണിത്. ടൂറിസം മേഖലയെ തടയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾക്ക് മുൻപുള്ള ഒരു പേടിയൊക്കെ കൊണ്ട് തന്നെ ആളുകൾ ആരും എത്തുന്നില്ല. നമുക്ക് കാണാം ഈ ശിക്കാര വള്ളങ്ങളും ചെറിയ ചെറിയ ഹൗസ് ബോട്ടുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. സ്വാഭാവികമായി ഈ ഒരു 9 മണി 9 സമയം എന്നൊക്കെ പറയുമ്പോൾ ടൂറിസ്റ്റുകൾ എത്തി ഈ ബോട്ടുകളിലൊക്കെ കായൽ ടൂറിസത്തിനായി കായലിലേക്ക് പോകുന്ന ഒരു സമയമാണ്. 2-3 ശിക്കാര വള്ളങ്ങൾ മാത്രമേ നിലവിൽ പുറപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ടൂറിസ്റ്റുകളുടെയൊക്കെ വണ്ടികൾ, വിനോദസഞ്ചാരികളുടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കുത്തൊഴുക്ക് ഇല്ല. അല്പസമയത്തിനകം നഗരത്തിൽ നിന്ന് പ്രകടനം, ഈ പണിമുടക്കിനെ അനുകൂലിക്കുന്ന തൊഴിലാളി സംഘടനകളുടെ പ്രകടനം അല്പസമയത്തിനകം ആരംഭിക്കും. ഇങ്ങനെയാണെങ്കിൽ സർക്കാർ ഓഫീസുകളിലും അധികം ആളുകളൊന്നും എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ശരി, ആലപ്പുഴയിൽ നിന്നും രഘുനാഥ് നാരായണനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ ജലഗതാഗതമാണ് കൂടുതൽ ആശ്രയിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജലഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ വിനോദസഞ്ചാരത്തിനായുള്ള ചില ശിക്കാര ബോട്ടുകൾ അതും വളരെ കുറച്ച് മാത്രമാണ് പുറപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന വിനോദസഞ്ചാരികൾക്ക് ഇന്നത്തെ ദിവസം ഒരു നഷ്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.